പ്രിയപുത്രൻ തൻ മോഹനയാഗം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെയും അങ്ങേ ആത്മാവോടുകൂടെ. യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്ന് തിരുസഭാ മാതാവ് ആദരിക്കുന്നതും സ്മരിക്കുന്നതുമായിട്ടുള്ള വിശുദ്ധൻ മെത്രാനായിരുന്ന ടൂറിലെ വിശുദ്ധ മാർട്ടിനാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഹൃദയസ്പർശമായിട്ടുള്ള അനുഭവം ഇപ്രകാരമാണ്. അദ്ദേഹം പട്ടാളത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ആ കൊടും തണുപ്പ് ഒരു ഭിക്ഷക്കാരൻ തണുപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലങ്കി എടുത്ത് വാളുകൊണ്ട് രണ്ടാക്കി ഒന്ന് അദ്ദേഹത്തിനും ഒന്ന് ഈ ഭിക്ഷക്കാരനുമായിട്ട് കൊടുക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. എന്നാൽ അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്നതിനിടയിൽ അദ്ദേഹം കൊടുത്ത മേലങ്കി അണിഞ്ഞ യേശുവിനെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. എന്നിട്ട് യേശു ഇപ്രകാരം പറയുന്നതായി അദ്ദേഹം കേട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു നവശിഷ്യൻ ആയ മാർട്ടിൻ എന്ന പേരുള്ള ഒരു വ്യക്തി എനിക്ക് തന്നതാണ് എന്നാണ് അദ്ദേഹം ശ്രവിച്ചത്. അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും പിന്നീട് വൈദികനായി മെത്രാനായി ഒക്കെ അഭിഷേകം ചെയ്യപ്പെടുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നിത്യരക്ഷ കരസ്ഥമാക്കുവാനായിട്ട് ഈ ലോകത്തിലുള്ള അധാർമിക സ്വത്തുക്കൾ, സമ്പത്ത് നിങ്ങൾ ദാനമായി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ അധാർമിക സ്വത്ത് കൊണ്ട് സഹോദരങ്ങളെ നേടുകയും അതുവഴി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള യോഗ്യത കൈവരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക അപ്രകാരം തന്നെയാണ്. പുരമുകളിൽ ഉള്ളവൻ അന്ത്യദിനത്തിൽ സമയമാകുമ്പോൾ വീടിനകത്തേക്ക് സാധനം എടുക്കുവാനായിട്ട് കടന്നു വരാൻ ശ്രമിക്കുകയോ, അതുപോലെ തന്നെ പാടത്തുള്ളവൻ പുറകോട്ട് നോക്കി തനിക്കുള്ളവ സ്വന്തമാക്കുവാനോ പരിശ്രമിക്കരുത് എന്നാണ് യേശുനാഥൻ നമ്മളെ പഠിപ്പിക്കുക. അതിന് ഉദാഹരണമായിട്ട് പഴയ നിയമത്തിലെ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്. പുറകോട്ട് നോക്കരുത് എന്ന് പറയുമ്പോൾ പുറകോട്ട് നോക്കുകയും അങ്ങനെ ദൈവത്തിൻ്റെ വചനം പാലിക്കാതിരുന്നതിൻ്റെ ഫലമായിട്ട് അവളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചത് അപ്രകാരം നമ്മുടെ ജീവിതത്തിലും അന്ത്യദിനത്തിൽ സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നാണ് യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ വ്യക്തമായി പറയുക. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നേ ദിവസം ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വിശുദ്ധ മാർട്ടിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. അധാർമിക സമ്പത്തല്ല, മറിച്ചോ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സജ്ജമാക്കിയിരിക്കുന്ന ആ സ്വർഗീയ വിരുന്നിലേക്ക് പ്രവേശിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മളെ എല്ലാവരെയും യോഗ്യരായി കാണപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ തക്കതായ യോഗ്യതയോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കേണ്ടതിന് ചെയ്തു പോയ പാവങ്ങളെ ഓർത്ത് മനസ്തപിക്കുകയും കർത്താവിൻ്റെ കാരുണ്യത്തിനായിട്ട് കേണപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത്
നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, മെത്രാനായ വിശുദ്ധ മാർട്ടിനിൽ ജീവിതം വഴിയും മരണം വഴിയും അങ്ങ് മഹത്വീകൃതനായല്ലോ. അങ്ങേ കൃപയുടെ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നവീകരിക്കണമേ. അങ്ങനെ മരണമോ ജീവിതമോ ഞങ്ങളെ അങ്ങേ സ്നേഹത്തിൽ നിന്നും ഒരിക്കലും വേർപെടുത്താതിരിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന്. പിതാവിൽ നിന്നും നാം സ്വീകരിച്ച കൽപ്പനയ്ക്ക് അനുസൃതമായി നിന്റെ മക്കളിൽ ചിലർ സത്യത്തിൽ വ്യാപരിക്കുന്നത് കണ്ട് ഞാൻ അത്യന്തം സന്തോഷിച്ചു. അല്ലയോ മഹ്ദി, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, ഒരു പുതിയ കൽപ്പനയായിട്ടല്ല, ആരംഭം മുതലേ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒന്നായിട്ടാണ് ഞാനിതെഴുതുന്നത്. നാം പരസ്പരം സ്നേഹിക്കണം. ഇതാണ് സ്നേഹം, നാം അവിടുത്തെ കൽപ്പനകളനുസരിച്ച് നടക്കുക. കൽപ്പനയാകട്ടെ ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചിരിക്കുന്നത് പോലെ സ്നേഹത്തിൽ വ്യാപരിക്കുക എന്നതും. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നുവെന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. ഞങ്ങളുടെ അധ്വാന ഫലം നിങ്ങൾ നഷ്ടമാക്കാതെ അത് പൂർണ്ണമായി നേടാൻ ശ്രമിക്കുക. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുവനും ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവനും പിതാവും പുത്രനുമുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവർ, പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവർ ഭാഗ്യവാന്മാർ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. ഞാൻ ജീവിച്ചിരിക്കാനും അങ്ങയുടെ വചനം അനുസരിക്കാനും ഈ ദാസൻ്റെ മേൽ കൃപ ചൊരിയണമേ. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹസുവിശേഷം, മനോഹര സന്ദേശം, ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിച്ചു ധന്യരാകാം. സ്നേഹസുവിശേഷം, മനോഹര സന്ദേശം, ദൈവത്തിൻ്റെ തിരുവചനം ശ്രവിച്ചു ധന്യരാകാം. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും. നോഹ പേടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നുകുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു. ലോത്തിൻ്റെ നാളുകളിൽ അങ്ങനെ തന്നെ ആയിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സൊദോമിൽ നിന്നും ഓടിയപ്പോൾ ആ ദിവസം സ്വർഗത്തിൽ നിന്നും തീയും ഗന്ധകവും പെയ്തു അവരെല്ലാം നശിച്ചു. ഇപ്രകാരം തന്നെ ആയിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും. ആ ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കുവാൻ താഴേക്ക് ഇറങ്ങി പോകരുത്. അതുപോലെ തന്നെ വയലിൽ ആയിരിക്കുന്നവനും പിന്നിലുള്ളവയിലേക്ക് തിരിയരുത്. ലോത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർക്കുക. തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും. ഞാൻ നിങ്ങളോട് പറയുന്നു, അന്ന് രാത്രിയിൽ ഒരു കട്ടിലിൽ 2 പേർ ഉണ്ടായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ ഒരുമിച്ച് ധ്യാനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. കർത്താവേ, എവിടേക്ക് എന്ന് അവർ ചോദിച്ചു. അവൻ പറഞ്ഞു, ശവം എവിടെയോ അവിടെ കഴുകന്മാർ വന്നുകൂടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. അപ്പവും വീഞ്ഞുമായി നാഥാജങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. ഞങ്ങൾ തന്നർച്ചന സ്വീകരിക്കൂ, നൽവരദാനങ്ങൾ നീ ചൊരിയൂ. അപ്പവും വീഞ്ഞുമായി നാഥാജങ്ങൾ നിൽക്കുന്നു നിൻ തിരുസന്നിധിയിൽ. മുന്തിരി നീരിതു നിൻ രക്തമാ, നവ്യമാമപ്പം നിൻ പൊൻമേരിയാ. മുന്തിരി നീരിതു നിൻ രക്തമാ, നവ്യമാമപ്പം നിൻ പൊൻമേരിയാ. മാറിടുമ്പോൾ നാഥ നീ കനിയൂ, തീർത്തിടു ഞങ്ങളെ നിൻ സ്വന്തമാ. സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, വിശുദ്ധ മാർട്ടിൻ്റെ ബഹുമാനാർത്ഥം സന്തോഷപൂർവ്വം സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ പവിത്രീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവ വഴി
അഷ്ടതയിലും ഐക്യത്തിലും ഞങ്ങളുടെ ജീവിതം സദാ നയിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെയും അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മരണീയമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കുവാൻ ഈ വിശുദ്ധരുടെ സുത്രഹമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാകുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിപോഷിതരാകുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന 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 ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പം എടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം
അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പാപ്പായോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടി നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു.
എന്നങ്ങ് അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിലല്ല, പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ, നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ, ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതം. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കുദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നെ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്രയിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഐക്യത്തിൻ്റെ കുദാശയാൽ നവീകൃതരായി ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും അങ്ങേ ഇഷ്ടമനുസരിച്ച് പരിപൂർണ ഐക്യത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹം നൽകണമേ. വിശുദ്ധ മാർട്ടിൻ അങ്ങേക്ക് പരിപൂർണ വിധത്തിലായിരുന്നതുപോലെ ഞങ്ങളും യഥാർത്ഥത്തിൽ അങ്ങയുടേതാണെന്ന് അഭിമാനം കൊള്ളുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. ചൊല്ലുന്ന നിമിഷം മാതാവിൻ ചാരേ ചെല്ലുന്നു ജപമാല വഴിയാ. കയ്യിലിരിക്കുന്ന ഉണ്ണീശോയുടെ ചാരേ ഞാനും ഇരിക്കും. എന്തു നല്ലമ്മ എന്നോടെ അമ്മ എനിക്കും